പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികൾക്കിടയിലും ഇറാൻ എന്ന രാജ്യവും ഇന്ത്യ എന്ന രാജ്യവും തമ്മിലുള്ള ആ നയതന്ത്ര ഇടപെടലുകളൊക്കെ തന്നെ വളരെ സുതാര്യമായും ഒക്കെ തന്നെ നടന്നിരുന്നു. ഹോർമുസ് കടലെടുക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കപ്പലുകൾക്ക് ഒക്കെ തന്നെ വഴി അനുവദിച്ചുകൊണ്ട് ഹോർമുസ് കടലെടുക്ക് പലകുറി തുറന്നുകൊടുത്തു. നമുക്ക് പാചകവാതക ക്ഷാമമൊക്കെ അല്പം നേരിട്ടു എങ്കിലും പൂർണ്ണമായി പല സാധനങ്ങളും നമുക്ക് ലഭ്യമാകാതെ ഇരുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. അത് ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു ഇടപെടലുകളുടെ ഫലമായിട്ടാണ്. ഇപ്പോൾ ഇറാൻ പരമോന്നത നേതാവ് ഫെബ്രുവരി 28 കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമേനി, ഇദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇറാൻ ക്ഷണിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അത് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വിഷയം വാർത്തയായി നൽകുന്നുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണം ലഭിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ഔദ്യോഗികമായിട്ടാണ് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത് എന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത്. ചടങ്ങിൽ മോദി പ്രതിനിധിയെ അയക്കും എന്നാണ് റിപ്പോർട്ട്. മോദി നേരിട്ട് പങ്കെടുക്കും എന്നുള്ള സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ജൂലൈ 4 നടക്കുമെന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. കൊല്ലപ്പെട്ട ഏകദേശം 4 മാസങ്ങൾക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. സംസ്കാര ചടങ്ങിനായി പ്രത്യേക സ്ഥലം സജ്ജമാക്കി എന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഖമേനിയുടെ മൃതദേഹം എവിടെയാണ് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് എന്നത് അതീവ രഹസ്യമായി തുടരുകയാണ്. 5 ദിവസമായിട്ടാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ജൂലൈ 4 ആരംഭിക്കുന്ന ചടങ്ങുകൾ വിപുലമായ വിലാപയാത്രയ്ക്ക് ശേഷം ജൂലൈ 9 വിശുദ്ധ നഗരമായ മഷാദിൽ ഖമേനിയുടെ ഭൗതികദേഹം ഖബറടക്കും. അതോടുകൂടിയാണ് ചടങ്ങുകൾ അവസാനിക്കുക എന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ 3 പതിറ്റാണ്ടിലേറെ നയിച്ച നേതാവായിരുന്നു അയത്തുള്ള അലി ഖമേനി. ഫെബ്രുവരി 28 ടെഹ്റാനിലെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിക്ക് നേരെ നടന്ന US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. പിന്നാലെ സംസ്കാര ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചിരുന്നു എങ്കിലും യുദ്ധം കനത്ത പശ്ചാത്തലത്തിലാണ് ചടങ്ങുകൾ നീട്ടിവെച്ചത്. അയത്തുള്ള ഖമേനിയുടെ മകൻ മോജ്തബ ഖമേനി പിന്നീട് ഇറാന്റെ പരമോന്നത നേതാവായി ചുമതലയേൽക്കുകയും ചെയ്തിരുന്നു. ഈ പരമോന്നത നേതാവിന്റെ ചടങ്ങിലേക്ക് ഇപ്പം ഇറാൻ പരമോന്നത നേതാവ് എന്നത് അദ്ദേഹത്തിന്റെ ചില തീവ്ര ആശയങ്ങളും മതാധിഷ്ഠിതമായ ആശയങ്ങളും ഒക്കെ തന്നെ ഇന്ത്യൻ ആശയങ്ങളുമായി യോജിച്ചു പോകുന്നവയല്ല എങ്കിലും ഒരു വിദേശ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം പങ്കിടുന്ന സൗഹൃദം പങ്കിടുന്ന ഒരു വിദേശ രാജ്യത്തിന്റെ പരമോന്നത നേതാവായിരുന്ന ഒരു വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ടപ്പോൾ ഇറാനുമായി ഇന്ത്യ ഒരു സൗഹൃദമുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടും ഒക്കെയുണ്ട്. ഇസ്രായേൽ അമേരിക്കൻ ആക്രമണത്തിലാണ് ഈ ഖമേനി കൊല്ലപ്പെട്ടത്. അപ്പം നമുക്ക് ഏത് തരത്തിലും എല്ലാവരുമായും സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് ശത്രുത മറന്നുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു അന്താരാഷ്ട്ര നയതന്ത്ര രീതിയാണ് ഇന്ത്യ പിന്തുടരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ പെഷസ്കിയാൻ പ്രധാനമന്ത്രി മോദിയെ ക്ഷണിച്ചിരിക്കുന്നത്. മോദി നേരിട്ട് പോകാതെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു പ്രതിനിധിയെ അയക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.